Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ലാസ്റ്റ് മൊഡ്യൂളായ രജിസ്ട്രേഷൻ, റിട്ടേൺസ്, അക്കൗണ്ട്സ് ആൻഡ് അസസ്മെന്റിൽ പഠിക്കാനുള്ളത് GST റിട്ടേൺ ആണ്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം GST റിട്ടേൺ എന്താന്ന് നോക്കാം. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ആണ്. ഇപ്പോൾ ഈ ഡോക്യുമെന്റ് നമ്മൾ ഏത് ടാക്സ് പേർപ്പസിനും നമ്മൾ ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഡോക്യുമെന്റ് അകത്ത് നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതൊക്കെയാണ് അതിനെ കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ ബേസിസിലാണ് നമ്മൾ ടാക്സ് ലാബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ GST റിട്ടേണിൽ നോക്കാം. എ റിട്ടേൺ ഇസ് എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻകം വിച്ച് ടാക്സ് പെയർ ഇസ് റിക്വയർഡ് ടു ഫയൽ വിത്ത് ദ ടാക്സ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. അപ്പോൾ ടാക്സ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിന്റെ മുന്നിൽ നമുക്ക് കാണിക്കാനുള്ള നമ്മൾ എത്ര ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ ടാക്സബിൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ടാക്സ് അതോറിറ്റീസ് ടു കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അണ്ടർ GST എ രജിസ്റ്റേർഡ് ഡീലർ ഹാസ് ടു ഫയൽ GST റിട്ടേൺസ് ദാറ്റ് ഇൻക്ലൂഡ്. അപ്പൊ GSTയിലാണെങ്കിൽ നമ്മൾ GST റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് വെച്ചാൽ പെർച്ചേസിന്റെ ഡീറ്റെയിൽസ് വേണം, സെയിൽസിന്റെ ഡീറ്റെയിൽസ് വേണം, ഔട്ട്പുട്ട് GST എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിന്റെ മേലെയുള്ള GST, ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർച്ചേസിന്റെ മേലെ നമ്മൾ പേ ചെയ്തിരിക്കുന്ന GST. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സംഭവങ്ങൾ. നെക്സ്റ്റ്, എന്തിനാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്താണെന്ന്. ഒന്നാമത്തെ, മോഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ടു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം നമ്മളിത് സെൻഡ് ചെയ്യുന്ന ആർക്കാണ്? നമ്മൾ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആരാണോ ആ പെർട്ടിക്കുലർ ടാക്സിന്റെ, ഇപ്പൊ GST ആണെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷനാണ് നമ്മൾ ഫയൽ ചെയ്ത് അയച്ചു കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ അവിടത്തേക്കുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആണ് ഒന്നാമത്തെ. എന്ന് വെച്ചാൽ അവർക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുകയാണ്, അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ, കംപ്ലയൻസ് വെരിഫിക്കേഷൻ പ്രോഗ്രാം ഓഫ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. അതിന് ടാക്സ് അഡ്മിനിസ്ട്രേഷന്റെ അവിടെയുള്ള എല്ലാ റൂൾസും പ്രൊവിഷൻസും ഒക്കെ നമ്മൾ കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഫൈനലൈസേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റീസ് ഓഫ് ദ ടാക്സ് പെയർ വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ. അപ്പോൾ നമ്മൾ ഒരു ടാക്സ് പെയറിന്റെ ടാക്സ് ലയബിലിറ്റീസ് ഫൈനലൈസ് ചെയ്യാൻ, എന്നുവെച്ചാൽ അത് ഇത്രയാണെന്ന് ഫൈനലായിട്ട് തീരുമാനിക്കാൻ, ടു ഡിക്ലെയർ ടാക്സ് ലയബിലിറ്റി ഫോർ എ ഗിവൺ പീരിയഡ്. ഒരു പീരിയഡിലേക്ക്, ഇപ്പൊ നമ്മൾ മന്ത്ലി റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ പീരിയഡിൽ ആ പെർട്ടിക്കുലർ ടാക്സ് പെയറിന്റെ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമത്തെ, പ്രൊവൈഡിങ് നെസസറി ഇൻപുട്ട് ഫോർ ടേക്കിംഗ് പോളിസി ഡിസിഷൻ. ഇപ്പം ടാക്സ് അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിക്ക് പോളിസി ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നെസസറി ഇൻപുട്ട്, ഓരോ സെക്ടറിലും എത്രയാണ് വരുന്നത്, ടോട്ടൽ എത്ര സപ്ലൈസ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഒക്കെ അനുസരിച്ച് അവർക്ക് പല ഡിസിഷൻസും എടുക്കാനുണ്ടാവും. നെക്സ്റ്റ്, മാനേജ്മെന്റ് ഓഫ് ഓഡിറ്റ് ആൻഡ് ആന്റി ഇവേഷൻ പ്രോഗ്രാം ഓഫ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. അതേപോലെ തന്നെ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ടും ആന്റി ഇവേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് വെട്ടിപ്പാണ്. അപ്പം ടാക്സ് വെട്ടിപ്പ് ഇല്ലാതാക്കാനുള്ള പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പൊ GST ഫയൽ ചെയ്യുന്ന ഡിഫറെന്റ് റിട്ടേൺസ് ഉണ്ട്. അപ്പം അതും അതിന്റെ കണ്ടന്റ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് GSTR1. അപ്പം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിട്ടേൺസ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് GSTR1 ആണ്. GSTR1 എന്ന് പറഞ്ഞാൽ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ടു ബി ഫേർണിഷ്ഡ് ബൈ ഓൾ നോർമൽ ആൻഡ് കാഷ്വൽ രജിസ്റ്റേർഡ് ടാക്സ് പെയർ മേക്കിംഗ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓർ ബോത്ത്. അപ്പൊ നമ്മൾ GSTR1 ഫയൽ ചെയ്യുന്ന മന്ത്ലി ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പൊ അത് ആരൊക്കെ ഫയൽ ചെയ്യണം? എല്ലാ നോർമൽ ആൻഡ് കാഷ്വൽ രജിസ്റ്റേർഡ് ടാക്സ് പെയറും ഇത് ഫയൽ ചെയ്യണം. അപ്പൊ ഔട്ട്വേർഡ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നടത്തിയിരിക്കുന്ന സെയിൽസിന്റെ, അല്ലെ? അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിൽ ഫയൽ ചെയ്യുന്നത്. The taxpayer can file it directly through GSTN. But GST network through നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി അത് ഫയൽ ചെയ്യാം. Every taxpayer is liable to record his outward supplies of goods and service in GSTR1. It must be done by the taxpayer within 10th of next month. അപ്പം നമ്മൾ എപ്പോഴാണോ നമ്മുടെ
ഔട്ട്വേർഡ് സപ്ലൈ നടത്തിയിരിക്കുന്നത് അതിന്റെ നെക്സ്റ്റ് മന്തിലുള്ള 10th GSTR1 ഫയൽ ചെയ്തിരിക്കണം. വി കനോട്ട് സബ്മിറ്റ് ഇറ്റ് ടു 11th to 15th of next month as it is the time period for GSTR2. അപ്പൊ നമുക്ക് 11 to 15 എന്ന് പറയുന്നത് ശരിക്കും GSTR2യുടെ ഡേറ്റ് ആണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്കിത് ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫോളോയിങ് ഹെഡ്. അപ്പൊ GSTR1ന്റെ അകത്ത് നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. GSTIN നമുക്ക് GSTIN നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ ആണ് ആദ്യം കാണിക്കേണ്ടത്. ഈച്ച് ടാക്സ് പെയർ വിൽ ബി അലോട്ടഡ് എ സ്റ്റേറ്റ് വൈസ് പാൻ ബേസ്ഡ് 15-digit ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പെയർ ഐഡന്റിഫിക്കേഷൻ നമ്പർ GSTIN അല്ലെ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് GSTIN നമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റേറ്റിന് ഒരു കോഡ് ഉണ്ടാവും, അതുകൂടാതെ നമ്മുടെ പാൻ നമ്പറിന്റെ പ്രത്യേകമായിട്ട് അതിന്റെ കോഡൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ നമ്പർ നമ്മൾ ആദ്യം തന്നെ നമ്മൾ GSTR1ന്റെ അകത്ത് കാണിക്കണം. The identification of tax payer will be auto filled at the time of return filing in future. ഇപ്പോൾ ഒരു തവണ നമ്മൾ GSTIN നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ ഒക്കെ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോ ഫില്ലായിട്ട് വന്നോളൂ. നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് നെയിം ഓഫ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ. ആരാണ് രജിസ്റ്റേർഡ് പേഴ്സൺ, ആരാണത് ഫയൽ ചെയ്യുന്ന, അവരുടെ നെയിം ആണ് വേണ്ടത്. നെയിം ഓഫ് ദ ടാക്സ് പെയർ വിൽ ബി ഓട്ടോ ഫിൽഡ് അറ്റ് ദ ടൈം ഓഫ് ലോഗിങ് ഇൻ ടു ദ കോമൺ GST പോർട്ടൽ. ട്രേഡ് നെയിം ഇഫ് എനി ഷുഡ് ബി സെപ്പറേറ്റ്ലി പ്രൊവൈഡഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പോർട്ടലിൽ കയറുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണല്ലോ കയറുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെയിം അവിടെ ഓട്ടോ ഫില്ലായി കിടപ്പുണ്ടാവും. അപ്പൊ അതല്ലാതെ എന്തെങ്കിലും ട്രേഡ് നെയിമും കൂടെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ്ലി ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. This information is required to be filled only in the first year of GST. First year of GST ൽ മാത്രമേ നമുക്ക് ഇത് കാണിക്കേണ്ടുള്ളൂ. Other year onwards it will be auto filled by the details of the previous year. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആഗ്രിഗേറ്റ് ടേൺ ഓവറും കൂടി കാണിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അടുത്ത വർഷം മുതലാകുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വർഷം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതിൽ ഫില്ലായി വന്നോളും. അപ്പോൾ ഫസ്റ്റ് ടൈം ഫയൽ ചെയ്യുമ്പോൾ മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് പറയേണ്ടത് taxable outward supplies to a registered person B2B. ബിസിനസ് ടു ബിസിനസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാക്സബിൾ ആയിട്ടുള്ള ഔട്ട്വേർഡ് സപ്ലൈ അത് രജിസ്റ്റേർഡ് പേഴ്സൺസിന് കൊടുത്തിരിക്കുന്നത്. ഓൾ ടാക്സബിൾ സപ്ലൈസ് ആർ റിക്വയർഡ് ടു ബി ഫയൽഡ് ഇൻ ദിസ് സെക്ഷൻ. It will be filled in this section. Supply here includes any supply under reverse charge mechanism or made through e-commerce operator attracting TCS. ഇപ്പോൾ സപ്ലൈ എന്ന് പറയുന്ന ഇതിനകത്ത് നമ്മൾ നോർമൽ സപ്ലൈ വേണം, അതേപോലെ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വന്നിരിക്കുന്ന സപ്ലൈ വേണം, ഓർ മെയ്ഡ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, അതുപോലെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ ചെയ്തിരിക്കുന്ന സപ്ലൈ. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ TCS ഫയൽ ചെയ്യേണ്ട ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ നമ്മൾ നടത്തിയിരിക്കുന്ന സപ്ലൈ. ഇത്രയും കാര്യങ്ങളാണ് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈയിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈ ടു എ കൺസ്യൂമർ B2C, ബിസിനസ് ടു കൺസ്യൂമർ. അത് നെക്സ്റ്റ് ഫയൽ ചെയ്യണം. അണ്ടർ ദിസ് ഹെഡിംഗ് ദ ടാക്സ് പെയർ ഇസ് റിക്വയർഡ് ടു ഫിൽ ഇൻ ഡീറ്റെയിൽസ് ഓഫ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് മെയ്ഡ് ടു എൻ അൺരജിസ്റ്റേർഡ് എൻഡ് കൺസ്യൂമർ. എൻഡ് കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ റീസെയിലല്ലാതെ നമ്മൾ അയാൾ യൂസ് ചെയ്യുന്ന സെൽഫ് യൂസിന് വേണ്ടി വാങ്ങിച്ചിരിക്കുകയാണെങ്കിൽ where the invoice value is more than 2.5 lakhs. 2.5 lakhs കൂടുതൽ വരുന്ന ഇൻവോയ്സ് വാല്യൂ ആണെങ്കിൽ അത് കാണിച്ചിരിക്കണം. There is also a separate column for sales made through e-commerce operator attracting TCS. ഇതിനകത്തും നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ നടത്തിയിരിക്കുന്ന സെയിൽസിന്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ വേറെ തന്നെ ഒരു കോളം ഉണ്ടാവും. അപ്പൊ അവിടെ അതും നമ്മൾ ഫിൽ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഫിൽ ചെയ്യേണ്ട കാര്യം zero rated supplies and deemed exports. Zero rated item supplies. This head will include all kinds of zero rated supplies like exports, including deemed exports. അതേപോലെ തന്നെ ആൻഡ് സെയിൽ ടു സെസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. നോട്ടീസബിളി സച്ച് സപ്ലൈസ് വിൽ ഓൺലി അട്രാക്ട് IGST. അപ്പോൾ അതിൽ IGST മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ, പക്ഷെ നമ്മളത് ഫിൽ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ. നെക്സ്റ്റ് 7th ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈസ് ടു എ കൺസ്യൂമർ B2C other than 0.5. 0.5 പറഞ്ഞതല്ലാത്ത ബാക്കി വരുന്ന B2C സപ്ലൈസ് ആണ്. അണ്ടർ ദിസ് ഹെഡിംഗ് ദ ടാക്സ് പെയർ ഇസ് റിക്വയർഡ് ടു പ്രൊവൈഡ് details of all supplies made to an end consumer which were not covered in 0.5. 0.5 പറയാത്ത ബാക്കിയെല്ലാം B2C കൺസ്യൂമറിന് സപ്ലൈ ചെയ്തിരിക്കുന്ന കാര്യം നമ്മളിവിടെ കാണിക്കണം. This means all the intra-state supplies and interstate supplies with invoice value less than 2.5 lakhs. നമ്മൾ more than 2.5 lakhs അല്ലേ 0.5 പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ less than 2.5 lakhs ആണ് ഇവിടെ കാണിക്കേണ്ടത്. And with a separate disclosure for supplies through e-commerce operator. അതിലും e-commerce operator through ഉള്ളത് നമ്മൾ സെപ്പറേറ്റ് കാണിക്കണം.
എയ്ത്ത് പറഞ്ഞിരിക്കുന്ന നിൽ റേറ്റഡ് എക്സംപ്റ്റ് ആൻഡ് നോൺ GST ഔട്ട്വേർഡ് സപ്ലൈസ്. പിന്നെ നമ്മൾ GST ആപ്ലിക്കബിൾ അല്ലാത്ത സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ദിസ് ഹെഡ് വിൽ ഇൻക്ലൂഡ് ഓൾ കൈൻഡ്സ് ഓഫ് നിൽ റേറ്റഡ് എക്സംപ്റ്റ് ആൻഡ് നോൺ GST സപ്ലൈസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇന്റർസ്റ്റേറ്റ് ഓർ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ്. ഇന്റർസ്റ്റേറ്റും ഇൻട്രാസ്റ്റേറ്റും എല്ലാം അതിൽ കൊടുക്കണം. If already included in any of the heading 5, 6, 7 or 7, the taxpayer can furnish only non-GST supplies here. അപ്പം ബാക്കി ഏതെങ്കിലും ഹെഡിൽ നമ്മൾ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നോൺ GST സപ്ലൈസ് മാത്രം പിന്നെ 8 ഹെഡിൽ നമ്മൾ കാണിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് 9th ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് അമെൻമെന്റ് ടു ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഏർലിയർ ടാക്സ് പീരിയഡ്. ഇപ്പോൾ കഴിഞ്ഞ ടാക്സ് പീരിയഡിലുള്ള ഔട്ട്വേർഡ് സപ്ലൈസിന് എന്തെങ്കിലും അമെൻമെന്റ് ഉണ്ടെങ്കിൽ എനി കൈൻഡ് ഓഫ് അമെൻമെന്റ് മെയ്ഡ് ഇൻ കറന്റ് ടാക്സ് പീരിയഡ് ഇൻ പോയിന്റ് 4, 5 or 6 ഫോർ ഏർലിയർ ടാക്സ് പീരിയഡ് ഇസ് റിക്വയർഡ് ടു ബി ഫർണിഷ്ഡ് ഇൻ ദിസ് സെക്ഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന 4ൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റേർഡ് പേഴ്സണ്, B2Bക്ക് ഉള്ളത്, 5ൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു കൺസ്യൂമറിനുള്ളത്, 6ൽ പറഞ്ഞിരിക്കുന്നത് സീറോ റേറ്റഡ് സപ്ലൈസ് ആൻഡ് ഡീംഡ് എക്സ്പോർട്ട്. അപ്പൊ ഇതിന്റെ ഈ 3 സെക്ഷനിൽ വരുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്നതിൽ അമെൻമെന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത് നമ്മളിവിടെ കാണിക്കണം. ദിസ് ഇൻക്ലൂഡ്സ് ഒറിജിനൽ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ആൻഡ് റീഫണ്ട് വൗച്ചേഴ്സ് ഇഷ്യൂഡ് ഡ്യൂറിംഗ് കറന്റ് ആൻഡ് ദെയർ കറസ്പോണ്ടിങ് അമെൻമെന്റ്സ്. അപ്പം നമ്മൾ റീഫണ്ട് വൗച്ചറൊക്കെ അറിയില്ല, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ചിലപ്പം കഴിഞ്ഞ പീരീഡിലായിരിക്കും നമ്മൾ അഡ്വാൻസ് വൗച്ചർ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അത് ക്യാൻസൽ ചെയ്യാനാണ് റീഫണ്ട് വൗച്ചർ കൊടുക്കുന്നത്. അപ്പം അതിന് ചേഞ്ച് ആവുന്ന സാധനമാണ്. പിന്നെ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യുന്ന നമ്മൾ വൗച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെ, പ്രൈസ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുന്ന സമയത്താണ്. അപ്പം ഇങ്ങനെ വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഇനി 10th amendments to details of outward supplies of earlier tax period. This includes intrastate, interstate and e-commerce supplies corresponding to them. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കണം. ഔട്ട്വേർഡ് സപ്ലൈസിൽ കഴിഞ്ഞ ടാക്സ് പീരിയഡിൽ ഉള്ളതിന്റെ എന്തെങ്കിലും അമെൻമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിൽ ഇന്റർസ്റ്റേറ്റ്, ഇൻട്രാസ്റ്റേറ്റ്, ഇ-കൊമേഴ്സ് സപ്ലയർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ് 11th പറയുന്നത് ടാക്സ് ലയബിലിറ്റി ഓഫ് എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യമാണ് കാണിക്കേണ്ടത്. എനി കൈൻഡ് ഓഫ് അഡ്വാൻസ് എമൗണ്ട് റിസീവ്ഡ് എഗെയിൻസ്റ്റ് സപ്ലൈ ടു ബി മെയ്ഡ് ഓർ ഇൻവോയ്സ് ടു ബി ഇഷ്യൂഡ് ഇൻ ഫ്യൂച്ചർ മസ്റ്റ് ബി റിപ്പോർട്ടഡ് ഇൻ ദിസ് സെക്ഷൻ. അതിന് നെക്സ്റ്റ് HSN വൈസ് സമ്മറി. HSN കോഡ് നമുക്കറിയാം. അപ്പോൾ ഓരോ കോഡിലും ഓരോ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ കോഡ് വൈസ് ആയിട്ടില്ല നമ്മൾ ഇന്ന കോഡിൽ ഇത്രയും പ്രോഡക്ട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ സമ്മറി കൊടുക്കണം. നെക്സ്റ്റ് 13th ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ്. ഓൾ ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് ആർ റിക്വയർഡ് ടു ബി ഡിസ്ക്ലോസ്ഡ് ഹിയർ. ദീസ് ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്യൂ ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും, ഇൻവോയ്സസ്, റിവൈസ്ഡ് ഇൻവോയ്സസ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോട്ട്, റെസീറ്റ്, പേയ്മെന്റ്, റീഫണ്ട് വൗച്ചർ, ഇങ്ങനെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം 13 പറഞ്ഞതിൽ നമ്മൾ കാണിക്കണം. അപ്പം നെക്സ്റ്റ് നമ്മൾ GSTR 2A ആണ്. GSTR 2A എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ട ഒരു റിട്ടേൺ അല്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതിനകത്ത് കാണിക്കുന്നത് പേർച്ചേസ് ആണ്. അപ്പോൾ GSTR 2 എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2A എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ GSTR 1 ഒരു സെല്ലർ ഫയൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് അയാൾ സെയിൽ ചെയ്തിരിക്കുന്നത് ഇന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് രജിസ്റ്റേർഡ് പേഴ്സന്റെ നെയിമും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ആകുന്ന സമയത്ത് ആ പർച്ചേസ് ചെയ്ത ആളുടെ അകത്ത് അത് ഓട്ടോമാറ്റിക്കലി GSTR 2A ആയിട്ട് അയാൾ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ GSTR 2 നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതല്ല. നെക്സ്റ്റ് പറയുന്ന GSTR 2 ആണ്. GSTR 2 പെർച്ചേസിന്റെ തന്നെയാണ്. അപ്പോൾ പെർച്ചേസിന്റെ അകത്ത് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്, അതാണ് ഇതിനകത്ത് പ്രത്യേകത. അപ്പോൾ GSTR 2 വരുന്നത് മന്ത്ലി ആണ് അത് ഫയൽ ചെയ്യേണ്ടത്. ഒരു മന്തില് പെർച്ചേസ് എന്തൊക്കെയാണോ അത് ആ മന്ത് കഴിഞ്ഞ് 15th നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഇപ്പം ജനുവരിയിൽ നടന്ന പെർച്ചേസ് ആണെങ്കിൽ ഫെബ്രുവരി 15th ആ രീതിയിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് നമ്മളെ GSTR 2A ഡാറ്റകൾ ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതുകൂടാതെ ബാക്കി വരുന്ന കണ്ടന്റ്സ് ആണ് ഇപ്പൊ പറയുന്നത്. GSTIN, GSTIN നമ്പർ വേണം. നെക്സ്റ്റ് നെയിം ഓഫ് ദ രജിസ്റ്റേർഡ് പേഴ്സന്റെ നെയിം, അതും ഓട്ടോ ഫിൽഡ് ആയിട്ട് നമുക്ക് വരും അല്ലെ. പിന്നെ ഇൻവേർഡ് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം എ രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ സപ്ലൈസ് അട്രാക്ടിങ് റിവേഴ്സ് ചാർജ്. ഇപ്പൊ റിവേഴ്സ് ചാർജ് അല്ലാത്ത ബാക്കി എല്ലാ സപ്ലൈസും, ഇൻവേർഡ് സപ്ലൈസും ബാക്കി എല്ലാ പെർച്ചേസസും. റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമ്പൻസേഷൻ സ്കീമുള്ള ഒരാളിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്, അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് അയാളിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. അപ്പൊ അതൊന്നും ഇല്ലാത്ത ബാക്കി എല്ലാ ഇൻവേർഡ് സപ്ലൈസും നമ്മൾ മൂന്നാമത്തെ അതിനകത്ത് കാണിക്കണം.
And next വേണ്ടത് fourth ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് inward supplies on which tax is to be paid on reverse charge. Reverse charge നമ്മൾ അല്ലാത്തത് നമ്മൾ അവിടെ കാണിച്ചു. അപ്പോൾ reverse charge ഉള്ളത് ഇനി നമ്മൾ fourth next sectionൽ നമ്മൾ കാണിക്കേണ്ടി വരും. Fifth, input or capital goods received from overseas or from cess units on a bill of entry. Bill of entry പ്രകാരം നമ്മൾ cess units നോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഇൻപുട്ടോ ക്യാപിറ്റൽ ഗുഡ്സോ റിസീവ് ചെയ്യണോ ഓവർസീസിന്നോ റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ കാണിക്കണം. നെക്സ്റ്റ് സിക്സ്ത്തിൽ അമെൻമെന്റ്സ് ടു ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈസ് ഫേർണിഷ്ഡ്. ഓൾറെഡി ഫേർണിഷ് ചെയ്ത ഇൻവേർഡ് സപ്ലൈസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കണം. സെവൻത്ത്, സപ്ലൈസ് റിസീവ്ഡ് ഫ്രം കോമ്പസിഷൻ ടാക്സബിൾ പേഴ്സൺ ആൻഡ് അതർ എക്സംപ്റ്റ്. അപ്പൊ കോമ്പസിഷൻ ടാക്സബിൾ പേഴ്സൻ്റെ അകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ എക്സംപ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ പർച്ചേസസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കണം. സെവൻത്തിൽ. എയ്ത്ത്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ക്രെഡിറ്റ് റിസീവ്ഡ്. നമുക്കറിയാം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് നമുക്ക് ബാക്കിയുള്ള ബ്രാഞ്ചസിലൊക്കെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പർച്ചേസ് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ നമ്മൾ കാണിക്കുന്നത്. അപ്പം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്രെഡിറ്റ് അത് നമ്മളിവിടെ കാണിക്കണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് TDS ആൻഡ് TCS ക്രെഡിറ്റ് റിസീവ്ഡ്. അതേപോലെ തന്നെ TDSും TCSും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് റിസീവ് ചെയ്യും. അപ്പോൾ അങ്ങനെ റിസീവ് ചെയ്ത ക്രെഡിറ്റ്. കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡ്വാൻസ് പെയ്ഡ് ഓർ അഡ്വാൻസ് അഡ്ജസ്റ്റഡ്. അതേപോലെ തന്നെ നമ്മൾ പർച്ചേസിന് എന്തെങ്കിലും അഡ്വാൻസ് പേ ചെയ്തോ അല്ലെങ്കിൽ അഡ്വാൻസ് അഡ്ജസ്റ്റ് ആയതോ ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കണം. നെക്സ്റ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സൽ ഓർ റീക്ലെയിം. അതുള്ള നമ്മൾ ITC റിവേഴ്സ് ആയിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആ പാർട്ട് നമ്മളിവിടെ കാണിക്കണം. നെക്സ്റ്റ്, അഡീഷൻ ആൻഡ് റിഡക്ഷൻ ഓഫ് എമൗണ്ട് ഇൻ ഔട്ട്പുട്ട് ടാക്സ് ഫോർ മിസ്മാച്ച് ആൻഡ് അതർ റീസൺസ്. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്മാച്ച് വന്നതുകൊണ്ട് നമുക്കുണ്ടായ അഡീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിഡക്ഷനോ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ഔട്ട്പുട്ട് ടാക്സിൽ എന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അത് അത്ര എമൗണ്ട് നമുക്ക് പിന്നെയും പേയബിൾ ആവും. അപ്പോൾ അതിവിടെ നമുക്ക് ചിലപ്പം മിസ്മാച്ച് ആയിട്ട് വന്ന അഡീഷനോ അല്ലെങ്കിൽ റിഡക്ഷനോ ഇവിടെ കാണിക്കണം. നെക്സ്റ്റ്, HSNY സമ്മറി. ഇവിടെയും നമ്മൾ HSN കോഡ് പ്രകാരമുള്ള സമ്മറി നമ്മൾ ഇവിടെയും കാണിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് GSTR 3 ആണ്. GSTR 3 is a monthly return with the summarized details of all outward supplies and inward supplies as shown in GSTR 1 and GSTR 2. അപ്പോൾ GSTR 1ലും 2ലും കാണിച്ചിരിക്കുന്നതിൻ്റെ ഒരു സമ്മറി എന്നുവെച്ചാൽ അതിന് എന്തൊക്കെ വരും, അപ്പം നമുക്ക് ഔട്ട്വേർഡും വരും ഇൻവേർഡും വരും. അതാണ് GSTR 3 എന്ന് പറയുന്നത്. This return is auto generated from GSTR 1 and 2. 1 and 2 auto generated ആയിട്ട് വരും. GSTN will fix the ITC or the tax liability accordingly. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾ ITC tax liability നമുക്ക് ഫിക്സ് ആയി വരുന്നത്. ഇതിലുള്ള കണ്ടൻസ് പറയുന്നത് ഒന്ന് GSTN ഓഫ് ദ ടാക്സ് പെയർ, ടാക്സ് പെയറിൻ്റെ GSTN നമ്പർ വരണം. രണ്ടാമത്തത് നെയിം ഓഫ് ദ ടാക്സ് പെയർ ആൻഡ് ട്രേഡ് നെയിം ഇഫ് എനി. നെയിമും ട്രേഡ് നെയിമും ഇതൊക്കെ നമ്മൾ ഓൾറെഡി GSTR 1ൽ കൊടുത്തുകൊണ്ട് ഇവിടെ ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് വന്നോളും. തേർഡ്, ടാക്സ് പീരീഡ്, ഏത് പീരീഡിലാണ് ഇത് വരുന്നത് അത് നമുക്കിവിടെ കാണിക്കും. നെക്സ്റ്റ്, ഡീറ്റെയിൽസ് ഓഫ് ടേൺ ഓവർ. അപ്പോൾ എത്രയാണ് ടേൺ ഓവർ വരുന്നത്, എക്സ്പോർട്ടിൽ സെപ്പറേറ്റ്, ടോട്ടൽ ടേൺ ഓവർ, ടാക്സബിൾ ടേൺ ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടേൺ ഓവർ കാണിക്കും. നെക്സ്റ്റ്, ഫിഫ്ത്ത് പറയുന്നത് ഔട്ട്വേർഡ് സപ്ലൈസ് വിൽ ഗെറ്റ് ഓട്ടോ പോപ്പുലേറ്റഡ് ഫ്രം GSTR 1. GSTR 1ൽ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈസ് കൊടുത്തിട്ടുണ്ട്, അതിവിടെ കാണിക്കും. നെക്സ്റ്റ്, സിക്സ്ത് ആയിട്ട് വരുന്ന ടോട്ടൽ മന്ത്ലി ടാക്സ് ലാബിലിറ്റി. ഒരു മന്തിൽ നമ്മൾ അടക്കേണ്ടതായ ടോട്ടൽ ടാക്സ് കാണിക്കും. പർച്ചേസും എന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ടും കാണിച്ചു ഔട്ട്പുട്ടും കാണിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ടാക്സ് ലാബിലിറ്റി സെറ്റിലായിട്ട് നമുക്ക് ആക്ച്വലി എത്ര പേ ചെയ്യണമെന്ന് GSTR 3ൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് സെവൻത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഡീറ്റെയിൽസ് ഓഫ് എക്സ്പോർട്ട് ഫോർ ദ പീരിയഡ്. എക്സ്പോർട്ട് എത്ര നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. നെക്സ്റ്റ്, ഇൻവേർഡ് സപ്ലൈസ് നമുക്കറിയാം GSTR 2ൽ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വന്നോളും. നെക്സ്റ്റ്, TDS റിസീവ്ഡ് ഫോർ ടാക്സ് പീരിയഡ്, ആ പീരിയഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന TDSൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ റെസീറ്റ് ഓഫ് TCS ക്രെഡിറ്റ്, അതേപോലെ തന്നെ TDSും ഉണ്ട് TCSും ഉണ്ട് അല്ലെ, രണ്ടും നമ്മൾ പഠിച്ചതാണ്. അപ്പം നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത് റെസീറ്റ് ഓഫ് TCS ക്രെഡിറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് റെസീറ്റ് ഓഫ് ITC ഡ്യൂറിങ് ദ മന്ത്. അപ്പം നമുക്ക് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്ര കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് 11th നമ്പർ ആയിട്ട് നമുക്ക് കാണിക്കാം. 12th, വേരിയസ് അമെൻമെന്റ്സ് ടു ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. അതേപോലെ നമ്മൾ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് നമ്മളെ ഇൻവോയ്സിലെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ടൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ അവിടെ കാണിക്കും. നെക്സ്റ്റ്, ടാക്സ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ ആൻഡ് പെനാൽറ്റി പെയ്ഡ്. നമ്മൾ അടച്ചിരിക്കുന്ന ടാക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഇതൊക്കെ ഇവിടെ കാണിക്കും.
നെക്സ്റ്റ് റീഫണ്ട് ക്ലെയിംഡ്, അതേപോലെ നമ്മൾ എന്തെങ്കിലും റീഫണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കാണിക്കാം. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ITC റിവേഴ്സൽ, ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് GSTR 3 കാണിക്കുന്നത്. ഇപ്പം നമ്മൾ GST റിട്ടേണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ബാക്കി വരുന്നത് GSTR 1A, അതേപോലെ തന്നെ 2A, പിന്നെ 4A, 5A എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അതൊന്നും സാധാരണ ചോദിക്കാറില്ല. ജസ്റ്റ് അത് എന്ത് പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ എപ്പോഴാണ് അത് ഫയൽ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലേറ്റ് ഫീ ഫോർ നോട്ട് ഫയലിംഗ് റിട്ടേൺ ഓൺ ടൈം. നമ്മൾ സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ലേറ്റ് ഫീ വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് GST റിട്ടേൺ ആർ നോട്ട് ഫയൽഡ് വിത്തിൻ ടൈം യു വിൽ ബി ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് ലേറ്റ് ഫീ. ഇൻട്രസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ ലേറ്റ് ഫീയും ഫയൽ ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. ഇൻട്രസ്റ്റ് ഈസ് 18% പെർ ആനം. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18% ആണ് നമുക്ക് പേ ചെയ്യേണ്ടി വരുന്നത്. It has to be calculated by the taxpayer on the amount of outstanding tax to be paid. അപ്പോൾ എത്രയാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ടാക്സ് പേ ചെയ്യാനുള്ളത്, അതിൻ്റെ മേലാണ് 18% നമുക്ക് പേ ചെയ്യേണ്ടത്. The time period will be from the next day of filing to the date of payment. നമ്മൾ എപ്പോഴാണോ റിട്ടേൺ ഫയൽ ചെയ്തത് അതിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ എപ്പോൾ വരെ നമ്മൾ പേ ചെയ്യാതെ ഇരിക്കുന്നു അത്രയും ദിവസത്തെ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ലേറ്റ് ഫീ ഈസ് 100 പെർ ഡേ. ഇനി ലേറ്റ് ഫീയും കൂടി വരും, അത് ഒരു ദിവസത്തേക്ക് 100 rupees എന്നുള്ള രീതിയിലാണ് ലേറ്റ് ഫീ വരുന്നത്. സോ ഇറ്റ് ഈസ് 100 അണ്ടർ CGST ആൻഡ് 100 അണ്ടർ SGST. അതേപോലെ തന്നെ അത് 100 SGSTയിൽ വരും, 100 CGSTയിലും വരും. ടോട്ടൽ അപ്പം നമുക്ക് 200 പെർ ഡേ ആയിട്ട് വരും. അപ്പോൾ മാക്സിമം നമുക്ക് ലേറ്റ് ഫീ ആയിട്ട് 5000 വരെ മാത്രമേ വരുള്ളൂ. ദർ ഈസ് നോ ലേറ്റ് ഫീ ഓൺ IGST. IGSTയിൽ നമുക്ക് ലേറ്റ് ഫീ ഇല്ല. ഇനി നെക്സ്റ്റ് പറയുന്ന ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ്. സെക്ഷൻ 37 പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് പറയുന്നത് ടാക്സ് പെയർ ഷാൾ ഫേർണിഷ് ഇലക്ട്രോണിക്കലി ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് എഫക്റ്റഡ് ഡ്യൂറിങ് എ ടാക്സ് പീരിയഡ്. അപ്പോൾ ടാക്സ് പീരിയഡിൽ നമ്മൾ നടത്തിയിരിക്കുന്ന എല്ലാ ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇലക്ട്രോണിക്കലി കാണിക്കണം എന്നാണ് പറയുന്നത്. on or before the 10th day of the month succeeding the said tax period. അപ്പോൾ ഒരു ടാക്സ് പീരീഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്തിൻ്റെ 10th ഉള്ളിൽ നമ്മളത് കാണിച്ചിരിക്കണം. നെക്സ്റ്റ് രണ്ടാമത്തെ all registered person who has been communicated the details pertaining to inward supplies of input service distributor. ഇപ്പോൾ input service distributor തന്നിരിക്കുന്ന inward supplies അതിൻ്റെ ഷാൾ ഐദർ ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ ഡീറ്റെയിൽസ് ഓർ കമ്മ്യൂണിക്കേറ്റഡ്. അപ്പം അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അപ്പം അത് ഒന്നിക്കൽ ആക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്ട് ചെയ്യണം. ഓൺ ഓർ ബിഫോർ ദ 17th ഡേയുടെ ഉള്ളിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ ചെയ്യണം. ബട്ട് നോട്ട് ബിഫോർ ദ 15th ഡേ. അപ്പോൾ 15 മുതൽ 17ൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓഫ് ദ മന്ത് സക്സീഡിങ് ദ ടാക്സ് പീരിയഡ് കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ ഒരു മന്ത് കഴിഞ്ഞിട്ട് അടുത്ത മന്തിൻ്റെ 15ൻ്റെയും 17ൻ്റെ ഉള്ളിൽ നമ്മളത് ആക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യണം. നമുക്ക് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന് അടുത്തുനിന്ന് വന്നിരിക്കുന്ന inward supplies details. Next, any registered person who has furnished the details for any tax period and which have remained unmatched. നമ്മൾ details furnish ചെയ്തു പക്ഷേ അത് unmatched ആയിട്ട് വരുവാണെങ്കിൽ shall upon discovery of any error or omission therein. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിട്ടുപോയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ വന്നതാണോ എന്ന് നോക്കിയിട്ട് rectify such error or omission in such manner as may be prescribed. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അവർ ആ ഒമിഷൻ ആണോ അല്ലെ എറർ ആണോ എന്ന് വെച്ചാൽ എന്തായാലും അത് കറക്റ്റ് ചെയ്യാം. എറർ ആണെങ്കിൽ കറക്റ്റ് ചെയ്യാം, ഒമിഷൻ ആണെങ്കിൽ എന്താണ് നമ്മൾ വിട്ടുപോയത് അത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത്രയാണ് നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസിൽ കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോം ആൻഡ് മാനർ ഓഫ് ഫേർണിഷിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ്. ഔട്ട്വേർഡ് സപ്ലൈസ് നമ്മൾ ഫേർണിഷ് ചെയ്യേണ്ട ഫോമും അതിൻ്റെ മാനറുമാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് രീതിയിലാണ് നമ്മൾ ഈ ഔട്ട്വേർഡ് സപ്ലൈസ് ഫേർണിഷ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. അതിനകത്ത് ഫസ്റ്റ് എവറി രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും അതിൽ കുറച്ച് എക്സെംഷൻ പറയുന്നുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും റിക്വയർഡ് ടു ഫേർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഷാൾ ഫേർണിഷ് സച്ച് ഡീറ്റെയിൽസ് ഇൻ ഫോം GSTR 1. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഔട്ട്വേർഡ് സപ്ലൈസ് ഏതിലാണ് കാണിക്കുന്നത്, നമ്മൾ GSTR 1ൻ്റെ അകത്താണ് ഇലക്ട്രോണിക്കലി ത്രൂ ദ കോമൺ പോർട്ടൽ. ഇപ്പോൾ കോമൺ പോർട്ടൽ നമ്മൾ കാണിക്കണം ഐദർ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ സെൻറ്റർ
മീൻസ് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അത് ഫയൽ ചെയ്യണം. നെക്സ്റ്റ്, ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഫർണിഷ്ഡ് ഇൻ GSTR 1 ഷാൾ ഇൻക്ലൂഡ്. അങ്ങനെ നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്ന GSTR 1 ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ, ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ഓഫ്, ഇൻവോയ്സ് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കണം. ഏതിൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ് മെയ്ഡ് ടു ദ രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ നമ്മൾ നടത്തിയിരിക്കുന്ന എല്ലാ ഇൻട്രാ സ്റ്റേറ്റും ആയിട്ടുള്ള സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈസ് വിത്ത് ഇൻവോയ്സ് വാല്യൂ മോർ ദാൻ 2.5 lakh rupees മെയ്ഡ് ടു ദ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. അതേപോലെ അൺരജിസ്റ്റേർഡ് പേഴ്സണ് നമ്മൾ നടത്തിയിരിക്കുന്ന സപ്ലൈസിൽ, ഇൻട്രസ്റ്റേറ്റ് സപ്ലൈസിൽ 2.5 lakhs കൂടുതൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണിച്ചിരിക്കണം. ഇനി ബി എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ കാണിക്കേണ്ടത് കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ, എല്ലാത്തിൻ്റെയും കൂടി കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് ആണ്. അതിൽ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഫോർ ഈച്ച് റേറ്റ് ഓഫ് ടാക്സ്. നമ്മൾ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ് നടത്തിയിരിക്കുന്നത് അൺരജിസ്റ്റേർഡ് പേഴ്സണിന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റേറ്റ് ആണ്, ഇപ്പോൾ ഇവിടെ ഇൻട്രാസ്റ്റേറ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കണം. അതേപോലെ സ്റ്റേറ്റ് വൈസ് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈസ് വിത്ത് ഇൻവോയ്സ് വാല്യൂ അപ് ടു 2.5 lakhs. 2.5 lakhsന്റെ മേലെയുള്ള നമ്മൾ നേരത്തെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസിലാണ് 2.5 lakhs വരെ വരുന്ന ഇൻട്രസ്റ്റേറ്റും അതേപോലെ സ്റ്റേറ്റ് വൈസും ഡീറ്റെയിൽസ് കാണിക്കേണ്ടത് അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെത്. ഇപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ആണെങ്കിൽ എല്ലാം നമ്മൾ സെക്ഷൻ എയിൽ കാണിക്കണം. ഇനി ബിയിൽ പറഞ്ഞിരിക്കുന്നത് അൺരജിസ്റ്റേർഡ് പേഴ്സൺസിന് നടത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് സി സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ഇഫ് എനി ഇഷ്യൂഡ് ഡ്യൂറിങ് ദ മന്ത് ഫോർ ഇൻവോയ്സ് ഇഷ്യൂഡ് പ്രീവിയസ്ലി. അപ്പോൾ നമ്മൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും എന്തെങ്കിലും ഇഷ്യൂ ചെയ്യണം. മുന്നേ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഏതേ ഇൻവോയ്സിൽ എമൗണ്ട് ചേഞ്ച് ആയി വരുന്ന സമയത്താണ് നമ്മൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഉണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ GSTR 1 ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് തേർഡ് പറഞ്ഞിരിക്കുന്നത് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഫർണിഷ്ഡ് ബൈ ദ സപ്ലയർ ഷാൽ ബി മെയ്ഡ് അവൈലബിൾ ഇലക്ട്രോണിക്കലി ടു ദ കൺസേൺഡ് രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ പാർട്ട് എ ഓഫ് ഫോം GSTR 2A. അപ്പോൾ GSTR 2A നമ്മൾ ആർക്കാണോ അത് ഫയൽ ചെയ്തിരിക്കുന്നത്, ആർക്കാണോ നമ്മൾ സപ്ലൈ നടത്തിയിരിക്കുന്നത്, അവർക്ക് അത് അവൈലബിൾ ആക്കിയിരിക്കണം ഇൻ ഫോം GSTR 4A ആൻഡ് ഇൻ ഫോം GSTR 6A. അപ്പോൾ ഫോം അതേപോലെ തന്നെ GSTR 4A 2A മാത്രമല്ല GSTR 4A അതേപോലെ തന്നെ GSTR 6A നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കണം ത്രൂ ദ കോമൺ പോർട്ടൽ ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഫോം GSTR 1. ഇപ്പോൾ GSTR 1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി 2A അതേപോലെ 4A അതുപോലെ തന്നെ പറയാണ് 6A ഇതിലെല്ലാം വേണം. അപ്പോൾ 2A നമുക്കറിയാം, നമുക്ക് നോർമലി വരുന്ന ഇൻവേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ്. 4A എന്ന് പറയുന്നത് ഓട്ടോ ഡ്രാഫ്റ്റ് ഡീറ്റെയിൽസ് ഫോർ രജിസ്റ്റേർഡ് പേഴ്സൺ ഓപ്റ്റിംഗ് കോമ്പസിഷൻ ലെവി. ഇപ്പോൾ കോമ്പസിഷൻ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്കുള്ള ഇൻവേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. GSTR 6A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് സപ്ലൈസ് ഓട്ടോ ഡ്രാഫ്റ്റഡ് ഫ്രം GSTR 1 ഓർ GSTR 5 ടു IST ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. അവിടെ നടത്തിയിരിക്കുന്ന ഇൻപുട്ട് എന്നുവെച്ചാൽ അവർ നടത്തിയിരിക്കുന്ന സപ്ലൈ ഇവരിലേക്കാണ് വരുന്നെങ്കിൽ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിലേക്കാണ് വരുന്നെങ്കിൽ അവിടത്തേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഫോമാണ് GSTR 6A എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കണം. ഇനി ഇതുപോലെ നെക്സ്റ്റ് ഇൻവേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺ, എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും സബ്ജക്റ്റ് ടു സം എക്സെപ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ shall verify, validate, modify or delete the details relating to outward supplies and credit or debit note communicated accordingly to prepare the details of his inward supplies. അപ്പോൾ അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഔട്ട്വേർഡ് സപ്ലൈസും ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും അതിലെന്തെങ്കിലും ചേഞ്ചസ് നടത്താനുണ്ടോ അല്ല വാലിഡേറ്റ് ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്തിട്ട് അയാളുടെ ഇൻവേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് പ്രിപ്പയർ ചെയ്യണം. Next, all registered persons shall furnish electronically the details of inward supplies of taxable goods or service or both, including inward supplies of goods or service or both on which the tax is payable on reverse charge basis. അപ്പോൾ എല്ലാത്തരം ഇൻവേർഡ് സപ്ലൈസും കാണിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടാക്സ് പേ ചെയ്യേണ്ടതും അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സ് ചാർജ് പേ ചെയ്യേണ്ടതുമായ എല്ലാ ഗുഡ്സും സപ്ലൈസും എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യണം, ഇൻവേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണം. ദ ഡീറ്റെയിൽസ് ഓഫ് സപ്ലൈസ് മോഡിഫൈഡ് ഡിലീറ്റഡ് ബൈ ദ റെസിപ്പിയൻറ്റ് ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സപ്ലയർ ഇൻ പ്രോപ്പർ വൈ. ഇനിയിപ്പോൾ സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്ന എന്തെങ്കിലും സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിലീറ്റ് ചെയ്യോ മോഡിഫൈ ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലായി നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സപ്ലയറിനെ നമ്മൾ എന്ത് ചെയ്യണം, അറിയിക്കണം, പ്രോപ്പർ വേയിൽ കൂടി നമ്മൾ അറിയിച്ചിരിക്കണം.
നാലാമത്തെ പറയുന്ന the details of supplies modified, deleted or included by the recipient in the return furnished under subsection 2 or subsection 4 of the section 39 shall be communicated to the supplier concerned in such manner and within such time as may be prescribed. അപ്പോൾ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നോ അതേപോലെ തന്നെ ഏത് പീരിയഡിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നോ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ്, എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് ഫർണിഷ്ഡ് ദ ഡീറ്റെയിൽസ് അക്കോർഡിംഗ്ലി ഫോർ എനി ടാക്സ് പീരിയഡ് ആൻഡ് വിച്ച് ഹാവ് റിമെയിൻഡ് അൺമാച്ച്ഡ്. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്വേർഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇൻവേർഡ് സപ്ലൈയിലും അൺമാച്ച്ഡ് ആയിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഷാൾ അപ്പോൺ ഡിസ്കവറി ഓഫ് എനി എറർ ഓർ ഒമിഷൻ. ഇപ്പോൾ എറർ വന്നുണ്ടാവാം അല്ലെങ്കിൽ ഒമിഷൻ വന്നുണ്ടാവാം. അപ്പോൾ ഏതാ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ റെക്ടിഫൈ സച്ച് ഇൻ ദ ടാക്സ് പീരിയഡ്. അപ്പോൾ ആ ടാക്സ് പീരിയഡിൽ തന്നെ നമ്മൾ റെക്ടിഫൈ ചെയ്യണം. ഡ്യൂറിങ് വിച്ച് സച്ച് എറർ ഈസ് നോട്ടീസ്ഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി അപ്രൂവ്ഡ്. അപ്പം നമുക്ക് അപ്രൂവ് ചെയ്തിരിക്കുന്ന മാനറിൽ കൂടി ആ എറർ നമ്മൾ നോട്ടീസ് ചെയ്ത ആ ഇയറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് റെക്ടിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ആ ഒമിഷൻ ആണെങ്കിൽ നമ്മൾ അത് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളിന്ന് പഠിച്ചത് GST ഇൻവോയ്സിനെ പറ്റിയാണ്. അപ്പോൾ GST ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തിനാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GST ഇൻവോയ്സസ് GSTR 1 അതേപോലെ GSTR 2A, GSTR 2, GSTR 3 ഇതാണ് കോമൺലി എല്ലാ ബിസിനസ്സിനും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ട്, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ലേറ്റ് ഫീ ഉണ്ടെന്ന് പഠിച്ചു, റിട്ടേൺ ടൈമിൽ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസും അതേപോലെ തന്നെ ഈ ഔട്ട്വേർഡ് സപ്ലൈസ് നമ്മൾ ഏത് രീതിയിൽ ഏത് ഫോമിലും ഏത് മാനറിലും ഫയൽ ചെയ്യണം എന്നും പഠിച്ചു. പിന്നെ ഇൻവേർഡ് സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.